ഇവാൻ മീഡിയയിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ഏപ്രിൽ 21-നായിരുന്നു കത്തോലിക്ക സഭയുടെ ആഗോള തലവൻ പോപ്പ് ഫ്രാൻസിസ് കാലം ചെയ്തത്. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ഏപ്രിൽ 26 ശനിയാഴ്ചയാണ് നടക്കാൻ പോകുന്നത്. ആഗോള കത്തോലിക്ക സഭയുടെ 266-ാമത്തെ മാർപ്പാപ്പയായിരുന്നു പോപ്പ് ഫ്രാൻസിസ്. മാർപ്പാപ്പയുടെ സ്ഥാനം വഹിക്കുന്ന ആദ്യ ലാറ്റിൻ അമേരിക്കൻ കൂടിയായിരുന്നു അദ്ദേഹം. ഈ സാഹചര്യത്തിൽ പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വത്തിക്കാനിൽ ആരംഭിക്കാൻ പോവുകയാണ്. മെയ് ആദ്യവാരം അതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് കരുതപ്പെടുന്നത്. കോളേജ് ഓഫ് കാർഡിനൽസ് അഥവാ കർദിനാൾമാരുടെ ഒരു സംഘമാണ് പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കുവാനുള്ള വോട്ടർമാർ. നിലവിൽ 252 കർദിനാൾമാരാണ് സഭയിലുള്ളത്. അവരിൽ 80 വയസ്സ് കഴിഞ്ഞവർക്ക് വോട്ടവകാശം ഉണ്ടായിരിക്കില്ല. അതനുസരിച്ച് 135 പേർക്ക് മാത്രമാണ് നിലവിൽ വോട്ടവകാശമുള്ളത്. ഏതായിരുന്നാലും പുതിയ മാർപ്പാപ്പ ആരായിരിക്കുമെന്ന വിഷയത്തിൽ പല പേരുകളും ഉയർന്നു വരുന്നുണ്ട്. BBC അടക്കം ചില പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നതനുസരിച്ച് ഇനി പറയുന്ന 5 പേർക്കാണ് പുതിയ മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെടുവാനുള്ള സാധ്യതയുള്ളത്. ലിസ്റ്റിൽ ഒന്നാമത് വരുന്നത് കർദിനാൾ പീറ്ററോ പെരോലിനാണ്. 70-കാരനായ അദ്ദേഹം ഇറ്റലി സ്വദേശിയാണ്. അദ്ദേഹം പോപ്പ് ഫ്രാൻസിസിന് കീഴിൽ വത്തിക്കാനിലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു. പോപ്പിന്റെ മുഖ്യ ഉപദേഷ്ടാവായി പ്രവർത്തിച്ചിട്ടുണ്ട്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരിക്കുമ്പോൾ തന്നെ വത്തിക്കാനിലെ കേന്ദ്ര ഭരണകൂടത്തിലെ റോമൻ ക്യൂരിയയെ അദ്ദേഹം നയിച്ചു. ഡെപ്യൂട്ടി പോപ്പിന്റെ റോൾ നിർവഹിച്ചിട്ടുണ്ട് എന്ന് ചുരുക്കം. അദ്ദേഹം കത്തോലിക്ക ഡോഗ്മകളുടെ പരിശുദ്ധി എന്നതിനേക്കാൾ മുൻഗണന നൽകുന്നത് നയതന്ത്രം, ആഗോള ഔട്ട്ലുക്ക് എന്നിവക്കാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വവർഗ വിവാഹത്തിന് അനുകൂലമായി സംസാരിച്ചപ്പോൾ അതിനെ എതിർത്ത ഒരു കർദിനാളായിരുന്നു പീറ്ററോ പെരോലിൻ. ലിസ്റ്റിൽ രണ്ടാമത് വരുന്നത് കർദിനാൾ ലൂയിസ് അന്റോണിയോ ഗോക്കിൻ ടേഗ്ലയാണ്. 67-കാരനായ അദ്ദേഹം മനിലയിൽ ആർച്ച് ബിഷപ്പായി പ്രവർത്തിച്ചിട്ടുണ്ട്. ജനസംഖ്യയുടെ 80% കത്തോലിക്കരായ ഫിലിപ്പൈൻസ് സ്വദേശിയാണ് അദ്ദേഹം. 252 അംഗ കർദിനാൾ സംഘത്തിൽ 5 കർദിനാൾമാർ നിലവിൽ ഫിലിപ്പൈൻസുകാരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പിന്തുണ ലൂയിസ് അന്റോണിയോക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. ഒരു മിതവാദിയായ കർദിനാളായിട്ടാണ് ലൂയിസ് അന്റോണിയോ അറിയപ്പെടുന്നത്. ഏഷ്യൻ ഫ്രാൻസിസ് എന്ന് അദ്ദേഹത്തെ പൊതുവെ വിളിക്കാറുണ്ട്. സാമൂഹ്യ പ്രശ്നങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയും കുടിയേറ്റക്കാരോടുള്ള സഹാനുഭൂതിയുമാണ് അങ്ങനെ വിളിക്കാൻ കാരണം. ഗർഭഛിദ്രം അവകാശമാക്കിയത്, ദയാവധം എന്നിവയെ കർദിനാൾ ലൂയിസ് അന്റോണിയോ ശക്തമായി എതിർത്തിട്ടുണ്ട്. 2013 നടന്ന അവസാന കോൺക്ലേവിൽ ഇദ്ദേഹം ഒരു സ്ഥാനാർത്ഥി കൂടിയായിരുന്നു. പുതിയ മാർപ്പാപ്പയുടെ സാധ്യതാ ലിസ്റ്റിൽ മൂന്നാമത് വരുന്ന നാമം കർദിനാൾ ഫ്രീഡോലിൻ എംബോഗോ ബെസൂങ്കു ആണ്. ഡൊമിനിക്കൻ റിപ്പബ്ലിക് ഓഫ് കോങ്കോ സ്വദേശിയായ ഇദ്ദേഹം 65-കാരനാണ്. ഇദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടാൽ 1500 വർഷങ്ങൾക്ക് ശേഷം ആഫ്രിക്കയിൽ നിന്ന് വരുന്ന ആദ്യ മാർപ്പാപ്പയായി ഇദ്ദേഹം മാറും. ആഫ്രിക്കയിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് കത്തോലിക്ക സഭയിലേക്ക് അംഗങ്ങളായി ചേർന്നുകൊണ്ടിരിക്കുന്നത്. 7 വർഷത്തോളം കിൻഷാസയിലെ ആർച്ച് ബിഷപ്പായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ കർദിനാളായി നിയമിച്ചത്. സ്വവർഗ വിവാഹത്തെ ഫ്രീഡോലിൻ ബെസൂങ്കു അംഗീകരിക്കുന്നില്ല. തീവ്രവാദികളും മറ്റു വിമതരും ആഭ്യന്തര പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന കോങ്കോയിൽ ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. 2020 ഒരു മാധ്യമ പ്രവർത്തകന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം മതബഹുസ്വരതയെ അംഗീകരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയുണ്ടായി: പ്രൊട്ടസ്റ്റന്റുകാരാവട്ടെ, മുസ്ലിങ്ങളാവട്ടെ, നമ്മൾ അവരുടെയെല്ലാം കൂടെ പ്രവർത്തിക്കും. പക്ഷേ എല്ലാവരും അവരുടേതായ സ്വത്വം നിലനിർത്തണം. സാധ്യതാ ലിസ്റ്റിൽ നാലാമത് വരുന്നത് കർദിനാൾ പീറ്റർ കൊഡോവോ ഏപ്പിയ ടേക്സുവാണ്. 76-കാരനായ അദ്ദേഹം ആഫ്രിക്കയിലെ ഘാന സ്വദേശിയാണ്. 2003 പോപ്പ് ജോൺ പോൾ രണ്ടാമനാൽ കർദിനാളായി നിയമിക്കപ്പെട്ടു. അതോടെ ഘാനയിൽ നിന്നുള്ള ആദ്യ കർദിനാളായി അദ്ദേഹം മാറി. ഒരു ഗിറ്റാറിസ്റ്റ് കൂടിയാണ് പീറ്റർ കൊഡോവോ. സ്വവർഗബന്ധങ്ങളെ ആഫ്രിക്കയിൽ കുറ്റകരമാക്കരുത് എന്ന് അദ്ദേഹം വാദിച്ചിരുന്നു. ലിസ്റ്റിലെ 5-ാമത്തെ കർദിനാൾ പീറ്റർ എർഡോയാണ്. 72-കാരനായ കർദിനാൾ പീറ്റർ എർഡോ ഹംഗറി സ്വദേശിയാണ്. 2006 മുതൽ 2016 വരെ കൗൺസിൽ ഓഫ് യൂറോപ്പിയൻ ബിഷപ്സിനെ അദ്ദേഹം നയിച്ചു. ബുഡാപെസ്റ്റിലെ ആർച്ച് ബിഷപ്പായി പ്രവർത്തിച്ചിട്ടുണ്ട്.
ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ 2021-ലെയും 2023-ലെയും ഹംഗറി സന്ദർശനത്തിൽ നിർണായകമായ പങ്കുവഹിച്ചു. പോപ്പ് ഫ്രാൻസിസ്, പോപ്പ് ബെനഡിക്റ്റ് എന്നിവരെ തെരഞ്ഞെടുക്കുന്ന കോൺക്ലേവുകളിൽ അദ്ദേഹം അംഗമായിരുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഈ 5 കർദിനാൾമാർക്ക് പുറമെ മറ്റു 2-3 കർദിനാൾമാരുടെ പേരുകൾ കൂടി ഉയർന്നു വരുന്നുണ്ട്. ഇറ്റലി സ്വദേശിയായ ആഞ്ചലോ സ്കോള, ജർമ്മനി സ്വദേശിയായ റെയ്നാർഡ് മാർക്സ്, കാനഡ സ്വദേശിയായ മാർക്ക് വേലറ്റ് എന്നിവരാണ് അവർ.